ഓൺലൈൻ ക്ലാസ്സസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് 20th തന്ന ഫിസിക്സ് ബുക്ക്ലെറ്റിൻ്റെ 5 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് നമുക്ക് റെസ്റ്റ് വരുന്ന 5 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ABC is a right angle triangle in which sides തന്നിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആംഗിൾ എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് on A, B and C we have 3 charges. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ബി എന്നുള്ള പോയിന്റിൽ അല്ലെങ്കിൽ ബിയിൽ വെച്ച ചാർജ് അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. സോ വി ഹാവ് എ ട്രയാങ്കിൾ ABC ഇൻ വിച്ച് ആംഗിൾ B is the 90 degree angle, is the right angle. So ട്രയാങ്കിൾ എ ബി സി എന്നുണ്ട്. എയിലുള്ള ചാർജ് എ ബി ഇസ് 3 centimeters, ബി സി ഇസ് 4 centimeters. യെസ്, എയിലുള്ളത് +15 ആണ് ചാർജ്, ബിയിലുള്ളത് +12 ആണ്, സിയിലുള്ളത് -20 ആണ്. സോ ഇത്രയും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് എന്നാണ്. First of all, let's find the magnitude of the force that acts on B due to A. Then നമുക്ക് FAB എന്ന് വിളിക്കാം. Okay, FAB equals 1/4 pi epsilon 0 into Q1 into Q2 ആണല്ലേ. അവിടെ Q1 1 is 12 and 1 is 15. Q1 into Q2 12 into 15 by R square 3 square. പറയുമ്പോൾ സി ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യനിൽ എല്ലാം തന്നിട്ടുള്ള CGS യൂണിറ്റിലാണ്. ഇതൊന്ന് സെൻറ്റിമീറ്ററിലാണ്, ഇതൊന്ന് ESUലാണ്. സോ 1/4 pi epsilon 0യുടെ വാല്യൂ നമ്മൾ CGS യൂണിറ്റിൽ വേണം എടുക്കാൻ. ഇൻ CGS യൂണിറ്റ് ദ വാല്യൂ ഓഫ് 1/4 pi epsilon 0 is 1. സോ വി ഡോണ്ട് ഹാവ് ടു റൈറ്റ് ദാറ്റ്. നമുക്കിനി ഉള്ളത് 12 into 15 by 3 square. ഇവിടെ ഈ 3യും 15ഉം gets cancelled as 3 gets cancelled, so we have 12. Sorry, mistake ഉണ്ട്. This is 5, right? This is 5. അതായത് ഈ 3യും 15ഉം ക്യാൻസൽ ചെയ്ത് this becomes 5. Then we can cancel ഈ 3യും ഈ 12ഉം ക്യാൻസൽ ചെയ്യാം അല്ലേ. 12/3 is 4. So we have 4 into 5 which is 4 into 5 is 20. ന്യൂട്ടൺ ആണോ വരിക? അല്ലല്ലോ, ഡൈൻ ആണ് വരിക. ഡൈൻ ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ CGS. So dyne. അപ്പോൾ ഫോഴ്സ്, magnitude of force on B due to A is given here. Magnitude of force on B due to C, FCB എന്ന് എഴുതിയിട്ടുണ്ട്. It's again 1/4 pi epsilon 0. Q1 Q1 here is 12, Q2 here is -20. So we have, ഇപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നോക്കുന്നത്. We'll talk about the discussion, direction later. So we have 20 into 12 by 3 into 3. 1/4 pi epsilon 0 will give you 1. ഇത് 1 ആയിരിക്കും in CGS unit. So 20 into 12 by 3 into 3. So 3യും 12ഉം ക്യാൻസൽ ചെയ്യും, 4 ആണ് വരിക അല്ലേ. Then we have, again there is a very terrible mistake. Distance between C and B is 4, right? So this is 4 into 4, not 3 into 3. അപ്പോൾ ഇവിടെ 20 into 12 by 4 into 4. 4 and 12 gets cancelled as 3. Then 4 and 20 gets cancelled as 5. 5 into 3 is 15. 15 dyne. Now let's talk about the direction of the forces. Okay. ഇത് രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. സോ ഫോഴ്സ് ഓൺ B ഡ്യൂ ടു A എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ ലൈനിലാണ് ഈ രണ്ട് ചാർജസും കിടക്കുന്നത്. സോ ഇൻലൈൻ തന്നെ ആയിരിക്കും ഫോഴ്സ് വരിക. ഇങ്ങനെ ആയിരിക്കും അല്ലേ. രണ്ടും പോസിറ്റീവ് ചാർജസ് ആണ്. സോ ബിനെ പുഷ് ചെയ്യാണ് ചെയ്യുക. ഇനി സിയിലുള്ളത് ഒരു മൈനസ് ചാർജാണ്, ഒരു നെഗറ്റീവ് ചാർജാണ്. സോ ഈ ബിനെ സി എന്താ ചെയ്യുക? അട്രാക്ട് ചെയ്യല്ലേ ചെയ്യുക. അട്രാക്ട് ടുവേർഡ്സ് ഇറ്റ് ഇൻ ദിസ് ലൈൻ. സോ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക അല്ലേ. ദിസ് ഈസ് FCB and this is FAB. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടു. FABയുടെ FCBയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടു. Now since these are vectors, the total force that acts on B is not just the sum of these two forces. നമ്മൾ സ്കെയിലാർ ആഡ് ചെയ്ത പോലെ ഇൻസ്റ്റഡ് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ കാണണം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് നമ്മൾ വെക്റ്റർ സം ആയിട്ട് കാണണം.
its direction will be somewhere like this. നമ്മളോട് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ രണ്ട് ഫോഴ്സസിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആയിട്ടാണ് ബിയിലുള്ള ടോട്ടൽ ഫോഴ്സ് വരിക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് വി നോ ദാറ്റ് നമുക്കൊരു വെക്ടറിൻ്റെ രണ്ട് കോമ്പണൻസ് തന്നിട്ടുണ്ടെങ്കിൽ ദ റിസൾട്ടൻറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ദ സം ഓഫ് സ്ക്വയേഴ്സ് അല്ലേ. സോ ദ ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് ഓൺ ബി ഈസ് ഈക്വൽ ടു the root of FAB square plus FCB square. And the FAB square and the 20 square plus FCB square and the 15 square. This is the root. This is equal to 20 square and the 400 plus 15 square and the 125 ആണ്. This is the root, which is equal to 400 plus 125 and the 5 to 625. 625. Root of 625 is 25. So the answer is 25 dynes, which is option C, I guess. So first one and the answer is option C, 25 dynes. Look at the second question. A mass m equals 20 gram has a charge 3 millicoulomb. It moves with the velocity 20 meter per second and enters a region of electric field 80 Newton per coulomb in the same direction as the velocity of the mass. Velocity of the mass in the same direction electric field കൂടി ഇപ്പോൾ വന്നു. Already it has a kinetic energy. അതിൻ്റെ കൂട്ടത്തിലൊരു electric field കൂടി വന്നു. The velocity of the mass after 3 seconds in this region is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടൈം തന്നിട്ടുണ്ട്, നമുക്കതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ 3 seconds കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കിനി വേണ്ടത് അതിൻ്റെ ആക്സിലറേഷൻ എത്രയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒബ്ജക്റ്റ് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ലായിരുന്നു. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം വി പ്രൊവൈഡ് ഇറ്റ് വിത്ത് ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്താൽ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും അല്ലേ, അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. സോ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ആക്സിലറേഷൻ ഫൈൻഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അതിൻ്റെ വെലോസിറ്റി ആഫ്റ്റർ 3 seconds കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒബ്ജക്റ്റിൻ്റെ മേൽ ആക്റ്റഡ് ആയിട്ടുള്ള ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് അതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ് ആക്സിലറേഷൻ. ഫോഴ്സ് ഈക്വൽസ് മാസിൻ്റെ ആക്സിലറേഷൻസ്, ആക്സിലറേഷൻ ഈക്വൽസ് ഫോഴ്സ് ബൈ മാസ്. ഫോഴ്സ് എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ഞാൻ നേരത്തെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ടൈമിൽ പറഞ്ഞിരുന്നു വൈ ദിസ് ഇക്വേഷൻ ഇസ് വാലിഡ്. ഇത് നിങ്ങളുടെ മെറ്റീരിയലിലും ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. F is equal to Q into E. We have Q and we also have E. Q is 3 millicoulomb അല്ലേ. millicoulomb എന്ന് പറയുമ്പോൾ 3 into 10 raised to minus 3 coulomb വരും. milli 10 raised to minus 3, 3 into 10 raised to minus 3 coulomb വരും. Q 3 into 10 raised to minus 3 into E 80 Newton per coulomb. 8 3s are 24, so this becomes 240 into 10 raised to minus 3, which is 0.24 Newton ആണ് അതിൻ്റെ ഫോഴ്സ് വരിക. സോ വി ഒബ്വിയസ്ലി ഹാവ് ദി ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷൻ ഫോഴ്സ് ബൈ ടൈം എന്ന് പറയുന്നത് 0.24 ഡിവൈഡഡ് ബൈ മാസസ് 2 into 10 raised to minus 2. 0.24 ഡിവൈഡഡ് ബൈ 2 എന്താ വരിക? 0.12 വരും അല്ലേ. പിന്നെ 10 raised to minus 2 ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ it becomes 10 raised to 2 itself. 10 raised to minus 2 എന്ന് പറയുന്നത് 1 by 10 raised to minus 2 ആണ്. സോ 1 by 10 raised to minus 2 എന്ന് പറയുന്നത് 10 raised to 2 itself. സോ ഇതാണ് അതിൻ്റെ ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഓർ റാദർ ഇറ്റ് ഇസ് 12 meter per second square അല്ലേ. ഇനി വി നോ ദിസ് ഇക്വേഷൻ, കൈനമാറ്റിക് ഇക്വേഷൻ വിച്ച് സേസ് V equals U plus AT. ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറയുന്നത്, ആക്സിലറേഷൻ ഇൻറ്റു ടൈം പ്ലസ് ദി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് വിൽ ഗിവ് us ദി വെലോസിറ്റി ആഫ്റ്റർ t seconds. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഓൾറെഡി ഗിവൺ ആസ് 20 meter per second. So U here is 20 plus acceleration is 12 into time is 3. Yes, that is 20 plus 12 into 3 and that 3 2s are 6, 3 1s are 3, 36. അപ്പോൾ 20 plus 36 എന്ന് പറയുന്ന 56 വരും. So this will be the velocity
3 seconds after the electric field is introduced. അതുവരെ 20 meter per second പോയിക്കൊണ്ടിരുന്ന ആ ഒബ്ജക്റ്റിൻ്റെ മേലിലേക്ക് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത മൊമെൻറ്റ് മുതൽ 3 സെക്കൻഡിന് ശേഷം ഉള്ള അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 56 meter per second ആയിരിക്കും. We know the steps, yeah? Which is option B, അല്ലേ? So option B is correct. Next നോക്കാം, third question. A charged particle of mass m and charge q is released from rest in a uniform electric field E. Neglecting the effect of gravity, the kinetic energy Y of the charged particle after t seconds is kinetic energy ആണ് കാണാൻ പറഞ്ഞത്. വേറെ ഫോഴ്സസ് ഒന്നുമില്ല, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. സോ ആ ഫോഴ്സ് കാരണം അതിലുണ്ടാകുന്ന വെലോസിറ്റി ആൻഡ് ഹെൻസ് അതിന് വരുന്ന കൈനറ്റിക് എനർജി, ഇതാണ് നമ്മളടുത്ത് കാണാൻ പറഞ്ഞത്. കൈനറ്റിക് എനർജി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വി ആണ് വേണ്ടത് അല്ലേ? എനിക്ക് മാസ് എന്ന് തന്നിട്ടുണ്ട്. സോ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ വെലോസിറ്റിയാണ്, അതായത് ഇലക്ട്രിക് ഫീൽഡിൽ അത് മൂവ് ചെയ്ത് തുടങ്ങിയത് ശേഷം ടി സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ വി എന്ന് വിളിച്ചത്. സോ ഈ വെലോസിറ്റി നമുക്ക് കണ്ടാൽ മതി. വെലോസിറ്റി കാണാൻ നമുക്ക് ആക്സിലറേഷൻ വേണം. ആക്സിലറേഷൻ ഇസ് എഫ് ബൈ എം. എഫ് ഹിയർ വിൽ ബി ക്യൂ ഇൻറ്റു ഇ. കൺഫ്യൂസ്ഡ് ആവരുത്. അതായത് വി ഹാവ് ദ ഫോഴ്സ് വിച്ച് ഇസ് ക്യൂ ഇ. ഈ ഫോഴ്സിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കിട്ടും, അതായത് ക്യൂ ഇ ബൈ എം വരും അല്ലേ? വാട്ട് ഇസ് ക്യൂ ഇ ബൈ എം? ഇറ്റ് ഇസ് ദി ആക്സിലറേഷൻ. ക്യൂ ഇ ഹിയർ ഇസ് ദ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് ആണ് നമ്മൾ ആക്സിലറേഷൻ വരിക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി ഈസ് യു പ്ലസ് എ ടി അല്ലേ? ആക്സിലറേഷൻ മാത്രം കിട്ടിയാൽ ടി സെക്കൻഡ്സിന് ശേഷമുള്ള അതിൻ്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. യെസ്, ഫൈനൽ അത് റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ യു ഹിയർ വിൽ ബി 0. സോ വി ഹാവ് 0 പ്ലസ് ആക്സിലറേഷൻ വിച്ച് ഇസ് ക്യൂ ഇ ബൈ എം ഇൻറ്റു ടി അല്ലേ? അതായത് ക്യൂ ഇ ടി ബൈ എം ആണ് എന്ത് വരിക? ടി സെക്കൻഡ്സിന് ശേഷമുള്ള ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി വരാം, ക്യൂ ഇ ടി ബൈ എം. നമ്മളോട് ചോദിച്ചത് എന്താണ്? വെലോസിറ്റി അല്ല. വി ആർ ടോൾഡ് ടു ഫൈൻഡ് ദി കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി കിട്ടാൻ നമുക്ക് എന്ത് മതി? ടി സെക്കൻഡ്സിന് ശേഷമുള്ള അതിൻ്റെ വെലോസിറ്റി മതി. ആ പോയിന്റിലുള്ള അതിൻ്റെ കൈനറ്റിക് എനർജിയാണ് ചോദിച്ചത്. അപ്പോൾ ആ പോയിന്റിലുള്ള അതിൻ്റെ വെലോസിറ്റി മാത്രം നമുക്ക് മതി. സോ ഇറ്റ് ഇസ് ഹാഫ് എം വി സ്ക്വയർ, അതായത് 1/2 ഇൻറ്റു മാസ് ഇസ് എം ഇറ്റ് സെൽഫ് ഇൻറ്റു വിയുടെ സ്ക്വയർ, ടോട്ടൽ വാല്യൂസ് സ്ക്വയർ ചെയ്തോളൂ. ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ എം സ്ക്വയർ. എം ആൻഡ് സ്ക്വയർ ഗെറ്റ്സ് ക്യാൻസൽഡ്. സോ യു ഹാവ് ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ 2m. ആൻസർ ഇസ് ഓപ്ഷൻ സി അല്ലേ? ഇ സ്ക്വയർ ക്യൂ സ്ക്വയർ ടി സ്ക്വയർ ബൈ 2m. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A charge Q is distributed uniformly on a ring of radius r. A sphere of equal radius r is constructed with its center at the periphery of the ring. അതിൻ്റെ സെൻറ്റർ, അതായത് റിങ്ങിൻ്റെ സെൻറ്റർ സ്ഫിയറിൻ്റെ പെരിഫറിയിൽ വരുന്ന പോലെ വിത്ത് ദ സെയിം റേഡിയസ് മറ്റൊരു സ്ഫിയറും കൂടെ ഉണ്ടാക്കി. ദ ഫ്ലക്സ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ദ സ്ഫിയർ ഇസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എന്തും തന്നിട്ടുണ്ട്, ഫിഗർ തന്നിട്ടുണ്ട്. Let's look at that. See, ഇവിടെ ദിസ് ഹിയർ ഇസ് എ സ്ഫിയർ അല്ല, ഇതൊരു സ്ഫിയർ ആണ്. ആ സ്ഫിയറിൻ്റെ പെരിഫറിയിൽ മറ്റേതിൻ്റെ സെൻറ്റർ വരുന്ന രൂപത്തിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ബോത്ത് ഓഫ് ദം ആർ ഓഫ് ദി സെയിം റേഡിയസ്. സോ നമ്മൾ ഈ ട്രയാങ്കിൾസ് നോക്കുക, AO1 നോക്കുക, എല്ലാത്തിൻ്റെയും സൈഡ്സ് എന്തായിരിക്കും? R1 ആണ്, R ആണല്ലേ വരിക, ഒക്കെ റേഡിയസ് ആണ്. സി നോക്കുക, ഇത് റിങ്ങിൻ്റെ സെൻറ്റർ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ പെരിഫറി ആയിരിക്കും സ്ഫിയറിൻ്റെ സെൻറ്റർ വരിക അല്ലേ? സ്ഫിയറിൻ്റെ പെരിഫറിയിൽ റിങ്ങിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ റിങ്ങിൻ്റെ പെരിഫറിയിൽ സ്ഫിയറിൻ്റെ സെൻറ്ററും വരൂല്ലേ? രണ്ടും സെയിം റേഡിയസ് ആണ് എന്നുണ്ടെങ്കിൽ. സോ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഒബ്വിയസ്ലി R ആണ്. പിന്നെ ഈ പോയിന്റ് മുതൽ A വരെ എന്ന് പറയുമ്പോൾ ദിസ് പോയിന്റ് A ലൈസ് അറ്റ് ദ സർക്കംഫറൻസ് ഓഫ് ദ റിംഗ് അല്ലേ? അപ്പോൾ ഇതും R ആണ്. ദിസ് പോയിന്റ് B ഓൾസോ ലൈസ് അറ്റ് ദ സർക്കംഫറൻസ് ഓഫ് ദ റിംഗ്. അപ്പോൾ ഇതും R ആണ്. ഇത് O1B നോക്കിയാലും അത് R ആണ്. കാരണം ഇത് ഈ B എന്ന് പറയുന്ന സ്ഫിയറിൻ്റെ സർക്കംഫറൻസിൽ വരുന്ന പോയിന്റ് ആണ്. സോ ഇതും എന്ത് തന്നെയാണ് വരിക? R തന്നെയാണ് വരിക.
അപ്പോൾ ഇത് ടോട്ടൽ 6 ആണ്. അതുകൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. നമ്മളോട് ചോദിച്ചത് ഫ്ലക്സ് ആണ്. സോ ഫ്ലക്സ് അക്കോർഡിംഗ് ടു ഗോസസ് ലോ ഈസ് ഫ്ലക്സ് ഈക്വൽസ് Q enclosed divided by epsilon naught. നമുക്ക് Q enclosed മാത്രം മതി. നമ്മുടെ അടുത്ത് എന്താ ആകെ തന്നത്? ഈ റിങ്ങിൽ ടോട്ടലായിട്ട് Q എന്ന് പറയുന്ന ഒരു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഈ സ്ഫിയറിനകത്ത് എത്ര ചാർജ് വരുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ വി നോ Q enclosed. അത് കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ദ ഫ്ലക്സ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സ്ഫിയറിനകത്ത് വരുന്ന ഈ പാർട്ട് ഓഫ് ദ റിങ്ങിൽ എത്ര ചാർജ് ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആർക്ക് ലെങ്ത് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. കാരണം ആർക്ക് ലെങ്ത് കണ്ടുപിടിച്ചാലാണ് നമുക്കിപ്പോൾ തന്നത് എന്താണ്? നമുക്കതിൻ്റെ ലാംഡ മാത്രമാണ് തന്നത്. ലാംഡ മീൻസ് ലൈൻ ചാർജ് ഡെൻസിറ്റി അല്ലേ. Q എന്ന് പറയുന്ന ഒരു ചാർജ് അതിൻ്റെ ടോട്ടൽ റിങ്ങിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ടോട്ടൽ റിങ്ങിൻ്റെ സർക്കംഫറൻസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത് റിങ്ങിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താ? 2πr ആണ് വരിക. അപ്പോൾ നമുക്ക് ഈ ലാംഡ മാത്രമാണ് നമുക്കറിയാം. അപ്പോൾ ഈ സ്ഫിയറിനകത്ത് കിടക്കുന്ന റിങ്ങിൻ്റെ ലെങ്ത് എത്ര എന്ന് കണ്ടുപിടിച്ചാൽ ഈ ലാംഡ ഇൻറ്റു ആ ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിൽ മാത്രമുള്ള എന്ത് കിട്ടും? Q നമുക്ക് കിട്ടും. കാരണം ഈ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ലെങ്ത്തിലുള്ള ചാർജ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഹോപ്പ് ഐ എം നോട്ട് കൺഫ്യൂസിങ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട്. സോ ഈ ലെങ്ത് കണ്ടുപിടിക്കണം. ഇതിന് ഒരുപാട് ജിയോമെട്രി ചെയ്യുന്നതിനേക്കാളും വാട്ട് ഐ പ്രിഫർ ഈസ് ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ, ദിസ് ആംഗിൾ വി നോ ദാറ്റ് ഇത് 60 ആണ്, ഇതും 60 ആണ്. സോ ദിസ് ഹോൾ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 120 ആയിരിക്കും. 120 ഡിഗ്രി ആണ് അല്ലേ. ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ആർക്ക് ലെങ്ത് ഈക്വൽസ് ആംഗിൾ ഇൻറ്റു റേഡിയസ്, തീറ്റ ഇൻറ്റു റേഡിയസ്. അപ്പോൾ റേഡിയൻസിലുള്ള ആംഗിൾ മെഷർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ ആ ആംഗിൾ ഫോം ചെയ്യുന്ന ഈ ടോട്ടൽ ആർക്ക് ലെങ്ത് നമുക്ക് കിട്ടും. സോ നമുക്ക് വേണ്ടത് റേഡിയൻസിലുള്ള മെഷറാണ്. വി നോ ദാറ്റ് 1 ഡിഗ്രി ഈക്വൽസ് പൈ ബൈ 180 റേഡിയൻസ്. അങ്ങനെയാണെങ്കിൽ 120 ഡിഗ്രി എന്ന് പറയുന്നത് 120 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻസ് വരും. 120 ബൈ 180 എന്ന് പറയുമ്പോൾ 0 0 ക്യാൻസൽ ആവും. ഐ റൈറ്റ് ഇറ്റ് ഡൗൺ. 120 ബൈ 180 ഇൻറ്റു പൈ, 0 0 ക്യാൻസൽ ആവും. 2 വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഹാവ് 2 വെച്ചിട്ട് വേണ്ട 3 വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. 3 വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഹാവ് 4 ബൈ 6 ഇൻറ്റു പൈ. ഇതിനെ 2 വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ സിംപ്ലിഫൈ ചെയ്യാൻ മീൻസ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. രണ്ട് സൈഡും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 4/6 കിട്ടി. ഇനി ഇതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഐ എം ഡിവൈഡിങ് ഇറ്റ് വിത്ത് 2. സോ ഐ ഗെറ്റ് 2/3 ഇൻറ്റു പൈ. ഇതാണ് എൻ്റെ തീറ്റ അല്ലേ. തീറ്റ ഇൻ റേഡിയൻസ്, ഇത്രയും റേഡിയൻസ് ആണ് എന്നുള്ളത് എനിക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ മൈ ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു theta into r, theta into radius, which is 2/3 pi into r. ഇപ്പോൾ 2/3 pi r ആണ് എന്ത് നമ്മുടെ ആർക്ക് ലെങ്ത് വരുന്നത്. 2/3 pi r ആർക്ക് ലെങ്ത് വന്നു കഴിഞ്ഞാൽ വി നോ ദാറ്റ് Q enclosed എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു ആർക്ക് ലെങ്ത് ആണ് അല്ലേ. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് അതിനകത്ത് വരുന്ന ഫിഗർ പോയില്ല. ലാംഡ എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, അതേ ഇൻറ്റു ദ ലെങ്ത് വി വാണ്ട്. നമുക്ക് വേണ്ട ഈ ലെങ്ത് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഈ സ്ഫിയറിനകത്തുള്ള Q enclosed കിട്ടുക. സോ നമുക്ക് വേണ്ട ആർക്ക് ലെങ്ത് നമുക്ക് കിട്ടി. അപ്പോൾ അതേ ഇൻറ്റു ലാംഡ ചെയ്താൽ മതി. ലാംഡ എന്താണ്? Q ബൈ നമുക്ക് Q enclosed ആണ് കേട്ടോ കണ്ടുപിടിക്കുന്നത്. Q enclosed equals Q by 2πr, which is the lambda into arc length എന്ന് പറയുന്ന 2/3 πr. ഇവിടെ πr and πr gets cancelled, 2 and 2 gets cancelled. We have Q by 3. Q enclosed കിട്ടിക്കഴിഞ്ഞാൽ we can readily find phi അല്ലേ, which is Q enclosed by epsilon naught. Q enclosed എന്താണ്? Q by 3 ആണ്, അതേ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് അല്ലേ. അതായത് Q by 3
epsilon naught. This will be the answer. Answer is option A, q by 3 epsilon naught. Last question. A charge q is enclosed by a Gaussian spherical surface of radius r. If the radius is doubled, then the outward electric flux will എന്നാണ് ചോദിച്ചത്. ഇലക്ട്രിക് ഫ്ലക്സിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ട് അതിനകത്ത് ഒരുപാട് കേസസ് തന്നിട്ടുണ്ട്. അതായത് ഒരു ഗോസിയൻ സർഫസ് ഉണ്ട്, അതിനകത്തൊരു ചാർജ് ക്യൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമ്മൾ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫ്ലക്സിന് എന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. വാട്ട് ഇസ് ഗോസസ് ലോ സേ അബൌട്ട് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഗോസിയൻ സർഫസ്? phi equals q enclosed by epsilon naught. അല്ല, ഇങ്ങനെയാണ് നമ്മൾ ഫ്ലക്സിനെ ഡിഫൈൻ ചെയ്യുക അക്കോർഡിംഗ് ടു ഗോസസ് ലോ. ഒരു ഗോസിയൻ സർഫസ് ആണ് എന്നുണ്ടെങ്കിൽ. സോ ഈ കേസിൽ ഇവിടെ വേരിയബിൾസ് ഒന്നും ഇല്ലല്ലോ. ഈ ക്യൂ എൻക്ലോസ്ഡ് മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഫ്ലക്സ് മാറുള്ളൂ. ഫ്ലക്സ് മാറണമെങ്കിൽ ക്യൂ എൻക്ലോസ്ഡ് മാറണം. ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് എ ഗോസിയൻ സർഫസ് and there is a charge enclosed in it, the flux will not change unless and until you change the q enclosed. അപ്പോൾ റേഡിയസ് വലുതാക്കിയിട്ടോ ചെറുതാക്കിയിട്ടോ അതിൻ്റെ ഫ്ലക്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫ്ലക്സിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ക്യൂ എൻക്ലോസ്ഡ് ചേഞ്ച് ചെയ്യണം. സോ ഇൻഫാക്ട് നമ്മളോട് ചോദിച്ചത് ഫ്ലക്സ് ചേഞ്ച് ആയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. സോറി, റേഡിയസ് ചേഞ്ച് ആയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. റേഡിയസ് ചേഞ്ച് ആയാലും ഫ്ലക്സിനൊന്നും സംഭവിക്കില്ല, ബിക്കോസ് ദ ക്യൂ എൻക്ലോസ്ഡ് ഹാസ് നോട്ട് ചേഞ്ച്ഡ്. So the answer is, I think it's option C, remains the same. Yes, it's option C. The flux remains the same. So we completed all the 5 questions. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാതെ ക്ലിയർ ചെയ്തിട്ട് പോവാട്ടോ. നമ്മൾ ഈ ചാപ്റ്റർ ഒരു ഡിസ്കഷൻ റിവിഷൻ കൂടി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വിൽ ബി സ്റ്റാർട്ടിങ് ന്യൂ ചാപ്റ്റേഴ്സ്. സോ ഓൾ ദ ബെസ്റ്റ്.